ഏത് സെൻസ് ഇല്ലാത്തവനാ നിങ്ങളുടെ കൂടെ ഈ കുട്ടി അയച്ചത്? അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടികളെ അയക്കാൻ പറഞ്ഞിട്ട് നിങ്ങളോടൊപ്പം ഭംഗിയില്ലാത്ത നിറം കെട്ട വേഷത്തിൽ ഇവളെങ്ങനെ വന്നു? ഇത്രയും ദൂരം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത് ഈ പെണ്ണിനെ കാണിക്കാനാണോ? പെണ്ണ് താനി തങ്കമാണെന്ന് താനല്ലേ പറഞ്ഞത്? ഇതിപ്പോ തീ വീണ് കരഞ്ഞ ചെമ്പ് പോലുണ്ട്. റെഡിയല്ലേ? എടുക്കാം സർ. ഓക്കെ. മായ ചേച്ചി, ശ്യാമ പൊസിഷനിൽ നിന്നോളൂ. മായ ചേച്ചി ഇതാ ഇവിടെ. ഈ രണ്ടുപേരുടെ കോൺഫിഡന്റ് ആയ നിൽപ്പ് കണ്ടിട്ട് നമുക്ക് ടേക്കിലേക്ക് തന്നെ പോവാന്നാ തോന്നുന്നത്. ശ്യാമ റെഡിയല്ലേ? റെഡിയാണ് സർ. മായ ചേച്ചി റെഡിയല്ലേ? റെഡിയാണ്. ലൈറ്റ്സ് ഓൺ, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് സാർ, ആക്ഷൻ. മോളിത് തേക്ക്, പെട്ടെന്ന് വിളിക്കും എന്നാ എല്ലാരും പറയുന്നത്. ഇനി തല താഴ്ത്തേണ്ടി വരില്ല. വേണ്ടമ്മേ, നിറമല്ല കഴിവാണ് പ്രധാനം. ഇനി ഞാൻ തല ഉയർത്തി തന്നെ നിൽക്കും. വെരി ഗുഡ് ശ്യാമേ, കൺഗ്രാജുലേഷൻസ്. സൂപ്പർ ശ്യാമ, വെൽ ഡൺ. വിളിക്കാമല്ലോ മോളെ. ഫോട്ടോയെ കാണുന്ന അത്ര വെളുപ്പൊന്നുമില്ലല്ലോ. ഇത് തേച്ചാൽ നന്നായി വെളുക്കുമെന്നാ എല്ലാരും പറയുന്നത്. ഇനി മോൾ ആരുടെ മുമ്പിലും തല താഴ്ത്തേണ്ടി വരില്ല. അമ്മ കൊള്ളാല്ലേ? നിറമല്ല കഴിവാണ് പ്രധാനം. ഇനി ഞാൻ തല ഉയർത്തി തന്നെ നിൽക്കും. കൊള്ളാല്ലേ? ശ്യാമ നന്നായിട്ട് അഭിനയിച്ചു അല്ലേ? സൂപ്പർ അഭിനയം. പിന്നെ അഭിനയം, ഇതാണോ അഭിനയം? ഇതിന് അഭിനയം എന്നല്ല പറയേണ്ടത്. കോപ്ര എന്ന് പേരിട്ട നന്നായിരുന്നു. അവൾ അഭിനയിക്കാൻ നടക്കുന്നു. വസുന്ധര പറഞ്ഞതാ അതിന്റെ ശരി. ശ്യാമയുടെ അഭിനയം അത്ര പോരാ. പിന്നെ എങ്ങനെ അഭിനയിക്കണം അപ്പച്ചി? അപ്പച്ചി, കാര്യം അഭിനയിക്കുകയാണെങ്കിലും അത് കാണുന്നവർക്ക് അഭിനയമാണെന്ന് തോന്നരുത്, ജീവിക്കുന്നതായി തോന്നണം. പ്രസന്റ് ചെയ്യുമ്പോ അത് റിയൽ ആണെന്ന് നമുക്ക് തോന്നണം അപ്പച്ചി. അതാണ് അഭിനയിക്കുന്നവരുടെ കഴിവ്. ആ കഴിവ് എന്തായാലും ശ്യാമയ്ക്കുണ്ട്. ഇവിടെ അല്ലെങ്കിൽ ശ്യാമയെ പറ്റി പുകഴ്ത്താൻ ആളുകൾ ഒത്തിരി പേരുണ്ടല്ലോ. ഇവിടെ സത്യം തുറന്നു പറയാൻ പറ്റത്തില്ല. നമ്മള് ശത്രുക്കളാവും. അല്ല, അച്ഛനെന്താ ഒന്നും പറയാത്തത്? ഓ, ഞാനെന്ത് പറയാനാ? പ്രതികരിച്ച കുടുംബം അലങ്കോലാവും. ഉള്ള സമാധാനം കൂടി പോകും. അല്ലെങ്കിൽ ഇതിനെ കുറെ നാളായിട്ട് ഇവിടെ സമാധാനമില്ലമ്മേ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇവിടെ അതാ കാര്യം. ശ്യാമയോട് ഒരു കാര്യമില്ലാതെ ശത്രുത പ്രഖ്യാപിച്ച രണ്ടുപേരാ വസുന്ധരയും ഐശ്വര്യയും. ശ്യാമ എന്ത് ചെയ്താലും അവര് കുറ്റമേ കാണൂ. അത് തന്നെയാണ് അമ്മേ. പിന്നെ ഐശ്വര്യക്ക് കുറച്ച് അസൂയ കൂടിയുണ്ട്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. അത് ശരി,
ഒറ്റയ്ക്കിരുന്ന് താൻ അഭിനയിച്ച പരസ്യം കണ്ട് ആസ്വദിക്കുകയാണല്ലേ? അയ്യോ അല്ല അഖിൽ സാറേ, ഞാനേ ഇതിന്റെ താഴെയുള്ള കമന്റുകളൊക്കെ ശ്രദ്ധിക്കായിരുന്നു. ആഹാ, കമന്റുകളെല്ലാം തന്നെ കൺഗ്രാറ്റ്സ് ചെയ്തുകൊണ്ടുള്ളതാണല്ലോ. സാധാരണ നല്ല കമന്റുകൾ വരുന്നതിന്റെ കൂടെ കുറെ ചീത്ത വിളികളും കാണാം. തന്റെ ഈ ആഡിന് അതില്ല. തന്നെ ചീത്ത വിളിക്കാൻ പോലും ആർക്കും പറ്റുന്നില്ല. തന്റെ ഈ ശാലീന സൗന്ദര്യത്തിന്റെ പ്രത്യേകതയാ അതിന് കാരണം. ഓ സർ, അങ്ങനൊന്നും പറയാതെ. ചേടാ, തന്നെ കുറിച്ച് നല്ലത് പറയാനും സമ്മതിക്കില്ലേ? സാർ എന്നെ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. എനിക്കതിൽ നന്ദിയുണ്ട്. എന്താടോ ഇത്? എനിക്ക് നന്ദിയോ? ഞാൻ തന്റെ ഭർത്താവല്ലടോ. എനിക്ക് താനില്ലാതെ ഇനി ജീവിക്കാൻ പറ്റുമോ? താൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താ എന്നോട് സംസാരിക്കുന്നത് തന്നെ. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ അഖിൽ സാറേ എന്നുള്ള വിളിയാ. അതൊന്ന് ഒഴിവാക്കിക്കൂടെടോ. എന്താടാ ഇത്? ഫിഷ് മാർക്കറ്റോ? ഇത്രമാത്രം അലറി അങ്ങ് ചിരിക്കാൻ? ഇവളൊരു പരസ്യത്തിൽ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിന്ന് വെച്ച് ഇവിടെ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനമൊന്നും വേണ്ടേ? അതിന് ശ്യാമ ആരുടെയും സ്വസ്ഥതയും സമാധാനമൊന്നും കളയാൻ വന്നില്ലല്ലോ അമ്മേ. വെറുതെ എന്തിനാ ഇവള് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചഴിക്കുന്നത്? ശ്യാമയെ പറയുമ്പോ നിനക്കെന്തിനാടാ ഇത്രക്കിങ്ങ് നോവുന്നേ? പിന്നെ ഇവളെ കുറിച്ച് പറഞ്ഞ എനിക്ക് നോവില്ലേ? ശ്യാമ എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവൻ താലി കെട്ടിയ ഒരു പെണ്ണ്. അമ്മേ, അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം ശ്യാമ ചെയ്തു. ശ്യാമയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അവളെ ഒന്ന് അഭിനന്ദിച്ചു. അതൊരു തെറ്റാണോ അമ്മേ? ഞങ്ങളുടെ അനിയത്തി തന്നെയല്ലേ അമ്മ ഇവളും? അനിയത്തി? ഇവളെ നിന്റെ അനിയത്തിയായിട്ടൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഞാൻ അംഗീകരിച്ച് തന്നെയാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അച്ഛനും ഏട്ടന്മാരും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അമ്മ അംഗീകരിക്കുന്ന ഒരു കാലം വരും, അന്ന് അംഗീകരിച്ചാ മതി. നിർത്തട. അവനവന്റെ അമ്മയോട് തർക്കുത്തരം പറയാൻ ശീലിച്ചിരിക്കുന്നു. അത് അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ ഇവൾ ഒരുത്തി. നിർത്തടി. നീ ഒറ്റ ഒരുത്തിയാ പുറകെ നടന്ന് അമ്മയെ ഇങ്ങനെ എരിവ് കയറ്റി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അരുൺ, ശ്യാമയ്ക്കുള്ള സ്ഥാനം മാത്രമേ നിനക്കും ഈ വീട്ടിലുള്ളൂ. അസൂയ മൂത്ത് എന്തു അങ്ങ് പറഞ്ഞേക്കാന്ന് നീ കരുതരുത്. അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതേ ശ്യാമയോടുള്ള വൈരാഗ്യം കൊണ്ടാ. അതും കൊണ്ട് ഇങ്ങോട്ട് വന്നാ ഞങ്ങളുടെ മുമ്പ് വില പോവില്ല. നിർത്തട. പറയട്ടമ്മേ, പറയാനുള്ളത് പറയാതെ വിട്ടാ കലി കൊണ്ട് ഞാൻ സ്വയം പൊട്ടിത്തെറിച്ചു പോവും. ഇവളെ കല്യാണം കഴിച്ചത് ഞാനാ. ഇവളെ ഈ കുടുംബത്തിൽ നടത്തുന്ന പടയൊരുക്കം അവസാനിപ്പിച്ചേ പറ്റൂ. ഏട്ടാ, സമാധാനായിട്ടിരിക്കുക. ഇവിടെ അമ്മയുടെ ഐശ്വര്യത്തിന്റെയും പ്രശ്നം എന്റെ ഭാര്യ ശ്യാമയാണ്. ഇവളെ ആരും സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെടില്ല. ഇവളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഒരു 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിന്റെ അമ്മ അകത്ത് മുറിക്കാത്തിരുന്നു ഭാഗവതം വായിക്കാൻ. അല്പ സ്വസ്ഥത തേടിയല്ലേ നിന്റെ അമ്മ ഇവിടേക്ക് വന്നത്. അമ്മ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ക്ഷമിച്ചൂടെ? അപ്പച്ചി, ഉമ്മ. അമ്മയ്ക്കും ഏടത്തിക്കും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാച്ചാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്ത് കാര്യം? ശ്യാമ അഭിനയിച്ച ആഡ് ഫിലിം അത് വൈറലായല്ലോ. അത് സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. ഏട്ടനും അപ്പച്ചിയൊക്കെ വന്ന് ശ്യാമയെ അഭിനന്ദിച്ചു. അത് അമ്മയ്ക്കും ഐശ്വര്യടത്തേക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതാണ് ഈ കൊടുങ്കാറ്റുണ്ടാവാനുള്ള കാരണം. ഓ, ആ കൊടുങ്കാറ്റൊക്കെ എന്റെ മക്കളെ ഇളങ്കാറ്റായി കണ്ടാ മതി. വസന്ത് പറയുന്നു. ഓ, എന്നോട് ആനന്ദേട്ടനപ്പോ അഭിപ്രായമൊക്കെ ചോദിക്കും. ഞാൻ കരുതിയെല്ലാം നിർത്തിയെന്ന്. എന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? തന്നോട് അഭിപ്രായം ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പണ്ടെങ്കും ഇല്ലാത്ത സ്വഭാവമല്ലേ ഇപ്പൊ ആനന്ദേട്ടന്. കുറച്ചു നാള് മുമ്പ് വരെ എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടേ ആനന്ദേട്ടൻ എന്തും തീരുമാനിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ കാലമൊക്കെ മാറിയില്ലേ? എന്താ വസു ഇങ്ങനെയൊക്കെ പറയുന്നത്? വസുവിന്റെ മനസ്സിലേക്ക് ഒരു നേരിയ ഇരുള് കയറിയിട്ടുണ്ട്. അല്ല, അത് പതുക്കെ അങ്ങ് മാറിക്കോളും. എന്റെ മനസ്സിൽ ഒരിരുളും വീണിട്ടില്ല. ഇരുള് പരന്നതേ നിങ്ങളുടെയൊക്കെ മനസ്സിലും
എന്റെ ഈ കുടുംബത്തിലുമാ. ഇവിടെ ഏത് സബ്ജക്ട് സംസാരിച്ചാലും അത് ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് ശ്യാമയുടെ തലയിൽ തന്നെ വന്ന് വീഴും. ഇവിടെ ഇപ്പോ ആ ഒരു സബ്ജക്റ്റേ ഉള്ളൂ. അതാ എന്റെ പ്രശ്നം. നിർത്ത്. പറഞ്ഞ് കാട് കയറണ്ടായിരുന്നു. ഞാനൊരു കാര്യത്തിന്റെ അഭിപ്രായമോ വസുവിനോട് ചോദിച്ചത്. അതിനെപ്പറ്റി പറയാതെ വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. എന്റെ കമ്പനിയുടെ പുതിയ പരസ്യങ്ങളെല്ലാം ശ്യാമ ചെയ്യുന്നു. ഞാനിതൊരു തമാശ പറഞ്ഞല്ലേ? അല്ല, ഇപ്പൊ സന്തോഷായില്ലേ? അച്ഛന്റെ കമ്പനിയുടെ പരസ്യങ്ങളിലും ശ്യാമ തന്നെയാ. എനിക്ക് എന്ത് സന്തോഷായെന്നറിയോ, അഭിമാനായെന്നറിയോ? സന്തോഷം കൊണ്ടേ എനിക്കൊന്ന് ചാടാൻ തോന്നുക. ഇതൊന്നും വേണ്ടായിരുന്നു. അതെന്താ? വെറുതെ വീട്ടിലെ മറ്റുള്ളവരുടെയൊക്കെ ശത്രുത പിടിച്ചു പറ്റുന്നത് എനിക്കിഷ്ടല്ല. എന്റെ ശ്യാമേ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയും എല്ലാവരെയും സ്നേഹിച്ചും ആരുടെയും വെറുപ്പ് കൂടാതെയും ഈ ഭൂമിയിൽ ജീവിക്കാന്ന് വിചാരിക്കണ്ട. ഇത് മനുഷ്യരുടെ ലോക. ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ലോകം. അയ്യോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് ഞാൻ മറന്നുപോയി. എന്താ? ഒരു മിനിറ്റ്. എന്താ? സർ, ആദ്യമായിട്ട് അഭിനയിച്ചതിന് കിട്ടിയ പ്രതിഫല ഇത് അഖിൽ സാർ വാങ്ങണം. എന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. വാങ്ങിയിരിക്കുന്നു, അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള ശ്യാമയ്ക്ക് എന്റെ അനുഗ്രഹമൊന്നും വേണ്ട. എങ്കിലും കിടക്കട്ടെ ഒരു അനുഗ്രഹം, അല്ലേ? ഈ അനുഗ്രഹത്തിനെ അങ്ങനെ മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഇതിൽ നിന്ന് ഈ വെള്ളി രൂപ ഈ ഭർത്താവ് എടുക്കുന്നു. അവിടുന്ന് അനുവാദം ചോദിച്ചിട്ടാണോ മോളെ ഇങ്ങോട്ട് പോകുന്നത്? ആ അതേട്ടാ. അപ്പോ നിനക്കുള്ളതൊക്കെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുൻപ് അച്ഛാ, ആഡ് ഫിലിമിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം കിട്ടിയ കാശുകൊണ്ട് വാങ്ങിച്ചതാ അച്ഛൻ. അമ്മ, ഇതമ്മയ്ക്ക്. ഏട്ടാ, ഇതെന്റെ ഏട്ടന്. താങ്ക് യു മോളെ. അടുത്തത് എനിക്ക. വാങ്ങിയ എന്റെ അഭിമാനം മൂക്ക് കുത്തി തറയിൽ വീഴൂ. ഇതെന്റെ ഏട്ടത്തിക്ക്. അതെ, ഞങ്ങളൊക്കെ വലിയ തറവാട്ടുകാരാ. ദാനൊന്നും അങ്ങനെ സ്വീകരിക്കാറില്ല. ശവി നിന്നെ, എന്തായാലും നീ ആദ്യമായിട്ട് കൊണ്ടുവന്നല്ലേ, എന്ത് പഴം തുണി ആയാലും വാങ്ങിച്ചേക്കാം. ദേ അവിടെ വെച്ചേക്ക്. ഇത് എന്റെ അപ്പൂന്. താങ്ക് യു ചേച്ചി. ഇനിയും ഉണ്ട് ചോക്ലേറ്റ്. സന്തോഷായോ? ഇത് എന്തിനാ മോളെ ഇത്രയും കാശൊക്കെ കൊടുത്തത് എല്ലാം കൂടെ മേടിച്ചേ? ഇത് അഖിലിന്റെ സമ്മതത്തോടെയാണോ മേടിച്ചേ? അതെ അച്ഛാ, അക്കാര്യത്തിലൊന്നും അച്ഛൻ പേടിക്കണ്ട. അമ്മ, ഇതെന്തിനാ മോളെ ഇത്രയും കാശ്? ഇതൊക്കെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയാ. ഏട്ടന് ഞാൻ പ്രത്യേകമായിട്ട് കൊടുക്കുന്നില്ല, അമ്മ കൊടുത്താ മതി. ഏയ് വേണ്ടമ്മേ, അത് തൽക്കാലം അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ വാങ്ങിച്ചോളാം. ഇങ്ങനൊരു ആന തിരുമണ്ടൻ. വെച്ച് നീട്ടിയ കാശ് ആരെങ്കിലും വേണ്ടെന്ന് പറയൂ. എന്റെ കുഞ്ഞിന്റെ കണ്ണീരും ദുഃഖവും ഒക്കെ മാറിയില്ലേ? എനിക്കത് മതി എന്റെ ഭഗവാനെ.
മോളെ നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറി, ഇനി ഒന്നും പേടിക്കാനില്ല. എന്റെ മോളെ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിപ്പോ സത്യമായില്ലേ? അയ്യോ അച്ഛാ, എനിക്ക് ഉടനെ പോണം. അയ്യോ, എന്നെ വള ചോറിട്ടിട്ട് പോയാ മതി. അയ്യോ അത് പറ്റില്ല അച്ഛാ. അഖിൽ സാറിനോടെ ഉടനെ വരാന്ന് പറഞ്ഞാ ഞാൻ പോകുന്നത്. എന്നാ വാക്ക് തെറ്റിക്കണ്ട മോളെ, എന്റെ കുഞ്ഞു പൊക്കോ. അച്ഛാ, ഏട്ടാ, അമ്മ പോട്ടെ. ഏട്ടത്തി. അധികമൊന്നും ഇവളുടെ ഈ സന്തോഷം നിലനിൽക്കില്ല, അത് ഉറപ്പ്. ആ പരസ്യചിത്രം കണ്ടു നോക്കണം. എന്ത് ബോറാത്. ഞാൻ മുഴുവനും കണ്ടില്ല. ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. ഞാനും മുഴുവനും കണ്ടില്ലമ്മേ. എനിക്ക് എന്റെ ശത്രുക്കളുടെ വീഡിയോ ഒന്നും കാണാനുള്ള ക്ഷമ കിട്ടില്ല. ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറും. ചിലപ്പം മൊബൈൽ തല്ലി പൊട്ടിക്കും. ഞാൻ പണ്ട് ഇതുപോലെ എന്റെ ഒരു ശത്രുണ്ട്, ആൻമരിയ. അവൾ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഹീറോയിനായിട്ട്. ആ സിനിമ ടിവിയിൽ വന്നു. വീട്ടില് എല്ലാരും കാണുമായിരുന്നു. എനിക്ക് അത് കണ്ട് സഹിച്ചില്ല. ഞാനൊരു പേപ്പർ വെയിറ്റ് എടുത്ത് ടി വിക്കിട്ടൊരു ഏറ് വെച്ചു കൊടുത്തു. 13 ലക്ഷം രൂപ വിലയുള്ള 100 ഇഞ്ചിന്റെ LED ആയിരുന്നു. അത് പൊട്ടിച്ചെതറിപ്പോയി. ഇവളൊരു മുറി ഫിലിമിൽ അഭിനയിച്ചെന്ന് പറഞ്ഞ് മാതിമറന്ന് നടക്കുക. നിലത്തെങ്ങും അല്ല, അങ്ങ് ആകാശത്തില. അതെ, അതിന് സ്തുതി പാടാൻ ഇവിടെ ചിലരും. അതിന് കാര്യം പറ. ഞാനും ശ്യാമയും തമ്മില് വലിയ അടക്കില്ല. അതെനിക്ക് മനസ്സിലായി. നീ ഇന്റർവ്യൂ ചെയ്യുമ്പോ അവളെ ഒന്ന് നാണം കെടുത്തണം. അതെങ്ങനെ? നീ അവളോടെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ചോദിക്കാവൂ. അതിനവക്ക് ഇംഗ്ലീഷിൽ മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ല. നാണം കെടുത്തണം. എനിക്കിത് ചേരാത്ത പരിപാടിയാ. ആ, നിനക്ക് വേണ്ടിയല്ലേ, ഞാൻ ശ്രമിക്കാം. നാണം കെടുത്തണം. ഏറ്റു. ആ പിന്നെ ടാനിയ, എന്താ? നല്ല കടും വെട്ട് ഇംഗ്ലീഷ് ആയിരിക്കണം. അവളെ പകച്ചു നിന്നു പോണം. നിനക്കെന്താ അവളോട് ഇത്ര വൈരാഗ്യം? ഏതോ ഒരു കാലിക്കൂട്ടില് ജനിച്ചവളാണെന്നേ. ഒരബദ്ധത്തില് അവള് ഞങ്ങളുടെ അഖിയുടെ കഴുത്തിൽ വന്ന് പെട്ടുപോയി. എന്റെ ടാനിയ, അവളുടെ ഒരു അഹങ്കാരം. അഹങ്കാരിയാണല്ലേ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരു മനുഷ്യരൂപം. മൈ ഗോഡ്, ഇങ്ങനെ കൺട്രിയായി ഒരെണ്ണം ഞങ്ങളുടെ വീട്ടിൽ വന്ന് പെട്ടുപോയി. ഏത് സാഹചര്യങ്ങളിൽ നിന്നാ നമ്മുടെ മോള് പഠിച്ചു വളർന്ന് ഇവിടെ വരെ എത്തിയത്? അതേക്കുറിച്ച് ഓർക്കുമ്പോ അഭിമാനവും സന്തോഷം കൊണ്ട് എന്റെ ഉള്ളു കിടന്ന് വിതുമ്പുകയാണ് ദേവകി. നമ്മുടെ ഗതികേടുകൊണ്ട് നമ്മൾ അവളുടെ കഴിവിനെ വിറ്റു. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. ഇപ്പൊ അവൾ ഇത്രയൊക്കെ ഉയർന്നില്ലേ അമ്മേ? ഇനി ശ്യാമയെ കുറിച്ച് ഓർത്ത് നമ്മൾ ആരും ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. അവള് വളരുക, ആകാശത്തോളം വളരുന്നത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. ആകാശത്തോളം വളർന്നാലേ പറന്നു പോകുന്ന വിമാനങ്ങളൊക്കെ വന്ന് ഇവളുടെ തല അടിച്ച് തെറിപ്പിക്കില്ലേ? അല്ല, പൊങ്ങച്ചൻ പറഞ്ഞാലും അത് കേൾക്കാനും വേണം ഒരു രസം. ആ ഇണ്ടംപരത്തി തറവാട്ടിലെ മണ്ടൻ ആനകളെ പോലെ. ആന പോയിട്ട് നിന്റെ തറവാട്ടിൽ ഒരു മൂട് ചേന ഉണ്ടായിരുന്നോടി. ആ, പെങ്ങളെ പറ്റി പറഞ്ഞപ്പോ അങ്ങ് പേ പിടിച്ച പോലെ ആയല്ലോ ആങ്ങള. ഞാനേ എന്റെ തറവാടിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാ. ഞങ്ങളും അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളവര് തന്നെയാ. അല്ലാതെ അമ്പലത്തിൽ നിന്ന് ഓസിന് കിട്ടുന്ന പടച്ചോറും കടും പായസവും തിന്ന് ഞങ്ങൾക്ക് ശീലമില്ല. ആ കടുംപായസവും പടച്ചോറും ഒക്കെ നീ നല്ല രുചിയോടെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ.
അത് പിന്നെ ഒന്നാം തരം പായസമൊക്കെ കാണുമ്പോ ആരാ കഴിക്കാതിരിക്കുന്നെ? അല്ല ജയന്തി, നമ്മുടെ ശ്യാമയുടെ കാര്യം പറയുമ്പോ നീ ഇങ്ങനെ അസൂയപ്പെടുന്നത് എന്തിനാ? ഒന്നുമല്ലെങ്കിൽ അവള് നിന്റെ നാത്തൂനല്ലേ? അളിയനായാലും നാത്തൂനാണെങ്കിലും ശരി, ജയന്തി കാര്യം പോലെ പറയും. ഒരു കോടാനുകോടീശ്വരന്റെ മകൻ ഇവിടുത്തെ ശ്യാമയെ എങ്ങനെയോ കെട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് കല്യാണമാണെന്നും ഉറച്ച ഒരു ബന്ധമാണെന്നും ഇപ്പോഴും പറയാറായിട്ടില്ല. അവരുടെ മേടയിലേക്ക് വന്ന പെണ്ണല്ലേ, അവളെ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സ്റ്റാർ ആക്കണമെന്നും 10 പേരുടെ മുമ്പിലെങ്കിലും വെള്ളപൂശി നിർത്തണമെന്നും ഒക്കെ അവർക്കും ആഗ്രഹം കാണില്ലേ? കോടാനുകോടീശ്വരനായ ആനന്ദവർമ്മയുടെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പടച്ചോറിന്റെയും കടുംപായസത്തിന്റെയും മകളാണെന്ന് അറിഞ്ഞ അവർക്കല്ലേ കുറച്ചില്. അതിന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളാ ഈ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നതും ഇന്റർവ്യൂ ഒക്കെ. എന്റെ ഇണ്ടം പരത്തി കാരണവന്മാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. തീരെ സഹി കെട്ടതുകൊണ്ട് ഞാൻ ഇവരുടെ കാരണത്തൊട്ടൊന്നും ചോദിക്കാം. ഓ വന്നല്ലോ. ഇതാരാ ഇത്? ഇതാ അമ്മയുടെ അഡ്വക്കേറ്റ് ഐശ്വര്യ. അങ്ങ് സുപ്രീം കോടതിയിലെ വാദിക്കാറ്. ഇപ്പൊ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ട് ഓടിക്കഴിച്ച് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. അരുൺ, എന്നെ കളിയാക്കലുണ്ടല്ലോ. അയ്യോ, ഞാൻ കളിയാക്കിയൊന്നുമല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ഇതിനുള്ള മറുപടിയെ ഞാൻ മുറിയിലെത്തിയിട്ട് പറഞ്ഞുതരാം. അതൊക്കെ പോട്ടെ. പോവാൻ അമ്മ തീരുമാനിച്ച അമ്മ പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയില്ല, അമ്മയുടെ മനസ്സ് ആകെ കലങ്ങിക്കിടക്കുക. കലങ്ങിക്കിടക്കാൻ അമ്മയുടെ മനസ്സെന്താ അമ്പലക്കുളമാണോ? അരുൺ, ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ വോൺ ചെയ്തതാ. എന്നെ വോൺ ചെയ്യാൻ നീ ആരാടി? എന്റെ അച്ഛനോ അതോ അമ്മയോ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി. എന്താ ഇവിടെ? എന്താ ഒരു ബഹളം? ഒന്നുമില്ല മുത്തശ്ശി. ഇവിടെ ഏതോ ഒരു മരുമകളുടെ ശബ്ദം കേട്ടല്ലോ. ആരുടെ ശബ്ദമായിരുന്നു അത്? ശ്യാമയുടെ ആണോ? അയ്യോ മുത്തശ്ശി, ശ്യാമ മിണ്ടിയിട്ട് പോലുമില്ല മുത്തശ്ശി. ശ്യാമയും അമൃതയും ഒക്കെ അങ്ങനെ മിണ്ടില്ലാന്ന് എനിക്കറിയാം. അവര് നല്ല അടക്കം ഒതുക്കം ഉള്ള കുട്ടികളാ. ഐശ്വര്യയും നല്ല തറവാട്ടിൽ ജനിച്ചവളാ. പക്ഷേ ഒരു എല്ല് കൂടുതലാണോന്ന് എനിക്കൊരു തോന്നൽ. ഐശ്വര്യ ഇങ്ങു വന്നേ, ഇങ്ങു വാ. ഞങ്ങളുടെയൊക്കെ കാലത്തെ ഭർത്താവിന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാറ് പോലും ഇല്ലായിരുന്നു. ഭർത്താവെന്ന് വെച്ചാ സ്ത്രീയുടെ ദൈവമാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കാലം. ഇപ്പൊ കാലം മാറിയല്ലോ. ഭാര്യയും ഭർത്താവും ഫ്രണ്ട്സായി മാറി. കുടുംബത്തിൽ ഇരുവരും തുല്യരായി. എങ്കിലും ഭർത്താവിനോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേണം പെരുമാറാൻ. ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിനക്ക് വിപരീതമായിട്ടേ ഫലിക്കുള്ളൂ. മറ്റൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്തായിരുന്നു വർമ്മ ഒരു കുടുംബയോഗം? അമ്മേ, വാസു ഞങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കുക. അതിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതൊക്കെ പതുക്കെ മാറിക്കോളും. അതല്ല അമ്മേ, അവള് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഓ, അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചോ? പറ, തീരുമാനിച്ചോന്ന്. തീരുമാനിച്ചു. അയ്യോ, എന്റെ അമ്മ പോയ പിന്നെ എനിക്ക് പിന്നെ ആരെവിടെ ഉള്ളത്? ഞാനൊരു അധികപ്പറ്റ. ഞാൻ ജീവിക്കില്ല ഇവിടെ. ഞാനും പോവാ, എങ്ങോട്ടേലും പോവാ. അമ്മയില്ലാത്തൊരു ജീവിതം ഈ വീട്ടിൽ എനിക്ക് വേണ്ട. അമ്മയുടെ വില എന്താണെന്ന് ഈ വീട്ടിൽ ആർക്കും അറിയില്ല. അയ്യോ, എനിക്ക് അറിയാം മോളെ, ഈ അപ്പച്ചിക്ക് അറിയാം. കാര്യം ഞാൻ ആനന്ദിന്റെ അപ്പച്ചിയാ. പക്ഷെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ എന്റെ വസുന്ധരയുടെ അപ്പച്ചിയാ. ഞാനിവിടെ വന്ന കാലത്ത് ഇവളുടെ ഹൃദയം എടുത്ത് എനിക്ക് തന്നതാ.
ഇതുവരെയായിട്ടും അവൾ അത് തിരിച്ചു വാങ്ങിയിട്ടില്ല. എനിക്കും വസുന്ധരയ്ക്കും ഒരേ ഹൃദയം, ഒരേ ഹൃദയം. അയ്യോ അപ്പച്ചി, അമ്മ ദേഷ്യമൊക്കെ കള. അമ്മ എങ്ങും പോണ്ട. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. അയ്യോ വസുന്ധര പോവല്ലേ. അപ്പച്ചി, മരണ വീട്ടിൽ കിടന്ന് കരയുന്ന പോലെ ഇവിടെ എങ്ങനെ കിടന്ന് കരയരുത്. ഈ വീട്ടിൽ ആരും മരിച്ചിട്ടൊന്നുമില്ല. അമ്മേ, അമ്മേ എന്തോന്ന് അമ്മ ഇത്? ഒന്ന് മാറിക്കേ. അമ്മേ, എന്താ എങ്ങനെ എങ്ങനെ? അമ്മയുടെ ഈ ദേഷ്യവും പിടിവാശിയൊക്കെ ഒന്ന് കളയേ. നമുക്ക് ഇവിടെ പഴയ പോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം. ആ പഴയ സ്നേഹവും സന്തോഷമൊക്കെ അമ്മയ്ക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? എന്തെല്ലാം അപഗണന അപമാനം സഹിച്ച അമ്മ ഇവിടെ ജീവിക്കുന്നത്. ഐശ്വര്യം, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിവിടെ എടുത്താ എന്റെ സ്വഭാവം മാറും. സ്വഭാവം മാറിയ എന്റെ നേരെ കയ്യൊന്നുമായിരിക്കും അല്ലേ? തല്ലണമെങ്കിൽ തല്ല്. തല്ലിക്കോ? തല്ലെന്നെ, തല്ല്. ഐശ്വര്യ, ഇതേ എന്റെ മദറിലോ അല്ല, എന്റെ സ്വന്തം അമ്മ തന്നെയാ. ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും. വേണമെങ്കിൽ എന്നെ കൊന്നു മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. ഞാനും തയ്യാറാണേ വസുന്ധരേ. സ്വന്തം അമ്മയെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പരിഗണിക്കുന്നുണ്ടോ? മറ്റുള്ളവർ ഈ അമ്മയെ നാണം കെടുത്തുന്നത് കാണുമ്പോ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതാരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? എന്റെ അനുവാദം ഇല്ലാതെ നീ പോവോ? നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കരയിപ്പിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ എന്നെ പോലെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കണം. പെറ്റമ്മയ്ക്ക് വേണ്ടി, പെറ്റമ്മ കരയാതിരിക്കാൻ വേണ്ടി. അമ്മ കരയുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി അമ്മ മാത്രമാ. അതിന് മക്കളായ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിക്കൂ. ഞാൻ അഖിൽ സാറിന്റെ ഭാര്യയായിരിക്കാൻ വേണ്ടി അഖിൽ സാർ അമ്മയെ കരയിക്കാൻ പാടില്ല. അതുകൊണ്ട് ദയവായി എന്നെ തിരിച്ചു പോകാൻ അനുവദിക്കണം. എന്റെ കൃഷ്ണ, നീ കണ്ടില്ലേ? നീ എന്തിനാ ഭഗവാനെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നെ? ഞാൻ കാരണം ഈ വീട്ടിലാകെ പ്രശ്നങ്ങള്. പലർക്കും ഞാൻ ശത്രുവായി മാറിക്കഴിഞ്ഞു. ഇതൊന്നും ഞാൻ മോഹിച്ചതല്ലല്ലോ ഭഗവാനെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഭഗവാനെ? അഖിൽ സാറിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെന്നുള്ളത് സത്യം. പക്ഷെ ഞാൻ അഖിൽ സാറിനെ പ്രണയിച്ചിരുന്നില്ല, കല്യാണം കഴിക്കണമെന്ന് മോഹിച്ചിരുന്നില്ല. അമ്മയുടെയും ഐശ്വര്യയുടെയും സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് വേണ്ടി എനിക്കിവിടുന്ന് പോയേ പറ്റൂ കണ്ണ. എന്റെ അഖിൽ സാറിന് സങ്കടം ഉണ്ടാവും, പക്ഷെ പോണം, പോയേ പറ്റൂ. പോകാൻ തീരുമാനിച്ചോ? ശ്യാമയോടാ ചോദിക്കുന്ന പോകാൻ തീരുമാനിച്ചോന്ന്. സാറിനോട് ക്ഷമ. അപ്പൊ വസുന്ധര എന്നെ ഒരു നോട്ടം നോക്കി. എന്റെ അമ്മോ, ഭദ്രകാളി ദാരികനെ നോക്കുന്നത് പോലെ ഞാൻ ദഹിച്ചുപോയി.
ഇവിടുന്ന് ചിലർ അമ്മയോട് പറയുന്ന കേട്ടു, അമ്മയ്ക്ക് പകരം ഞാൻ പോകാന്ന്. എന്നിട്ട് പോയി കണ്ടില്ല. ശ്യാമ ഇവിടുന്ന് പറഞ്ഞേക്കണം, അതാണല്ലോ നിന്റെ ലക്ഷ്യം. അമ്മയെ പിരികേറ്റി പറഞ്ഞേക്കുന്നതിന്റെ പിന്നിൽ നീയാണെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ആരും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു എന്നെ ഹറാസ് ചെയ്താലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും പറയട്ടെ അത് സത്യമല്ലാന്ന്. അരുൺ, ഈ പ്രശ്നം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു വഴക്ക്? അമ്മ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഇത്രയും പേരും അച്ഛനും ഒക്കെ അപേക്ഷിച്ചിട്ടും അമ്മ പോണോന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ മാത്രം തീരുമാനം. അമൃത പറഞ്ഞതാ അതിന്റെ ശരി. വസുന്ധര ഇള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി. അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ട്. അമ്മയുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണോ ഇവിടെ ഓരോന്ന് നടക്കുന്നത്? ഐശ്വര്യ പറയുന്നതാ അതിന്റെ ശരി. വസുന്ധര എന്ത് വിചാരിച്ചാലും അതിന് ഘടകവിരുദ്ധമായിട്ടാ ഇവിടെ എല്ലാം നടന്നത്. ഇത്തിരി അധിക പ്രസംഗമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. അപ്പച്ചിക്ക് വല്ല വള്ളം കളിയുടെയും കമന്ററി പറയാൻ പറ്റൂ. അല്ല, ആരെന്ത് മിണ്ടിയാലും അവര് പറഞ്ഞതാ ശരി, ഇവര് പറഞ്ഞതാ ശരി. അപ്പച്ചിക്ക് സ്വന്തമായൊരു അഭിപ്രായമില്ലേ? അല്ല, അപ്പച്ചിയുടെ അപ്പനും ഇങ്ങനെ തന്നെ ആയിരുന്നോ? നീ എന്നെ കുറ്റം പറഞ്ഞോ? നിന്നെ എടുത്തോണ്ട് നടന്ന തഴമ്പേ ഇപ്പോഴും എന്റെ തോളിലുണ്ട്. അത് നീ മറക്കണ്ട. പണ്ട് കുട്ടിത്തേവാങ്ക് പോലെയാ നീ ഇരുന്നത്. അത് നീ മറക്കണ്ട. എന്താ ചേച്ചാ, അമ്മ പോകാനായിട്ട് ഉറച്ചു നിൽക്കുകയാണോ? എത്രയെന്ന് വെച്ചാ ഒരാളോട് ഇങ്ങനെ താണുകയാണ് അപേക്ഷിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും നിങ്ങളുടെ അമ്മ കേൾക്കണ്ടേ മക്കളെ? ശ്യാമേ, നീ എന്തിനാ മോളെ വെറുതെ വിഷമിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഓ, ഒരു മോള്. ഇവളെ എല്ലാരും കൂടെ എടുത്ത് തലയെ കയറ്റുന്നത് കാണുമ്പോഴോ എനിക്ക് ഇറിറ്റേഷൻ ആവുന്നത്. നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നിനക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വസുന്ധരയാണ് അഖിയുടെ കല്യാണശേഷം കണ്ടു തുടങ്ങിയത്. മുത്തശ്ശി, എങ്ങനെയുണ്ടായിരുന്നു മോനെ നമ്മുടെ നാടകം? പൊളിച്ചു. നാടകോ? ജസ്റ്റ് ആക്ടിങ്. നാടകരചനയും സംവിധാനവും മേടയിൽ കോലോത്ത് രുക്മിണിയമ്മ, അരങ്ങില് അഖിൽ. അത് ശരി. ഈ കഴിഞ്ഞത് മുത്തശ്ശി അഖിൽ സാറും തമ്മിലുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അതെ, പ്ലാൻ അല്ല, പ്ലേ. മുത്തശ്ശിയുടെ ഐഡിയയില്. പക്ഷേ നീ അത് തന്മയത്തമായി അഭിനയിച്ചു. ഒട്ടും ഓവറായില്ല. താങ്ക് യു. ആക്ടിങ് പൊളിഞ്ഞാലേ സംഗതി പാളുവായിരുന്നു. കണ്ടില്ലേ, ഇത്രയുള്ളൂ എന്റെ മകൾ വസുന്ധര. മനസ്സിലൊന്നുമില്ല. ചില അന്ധമായ ധാരണകള് അവളുടെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. അതാ പല കാര്യങ്ങളിലും ഈ കടുംപിടുത്തം. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം പതുക്കെ പതുക്കെ ശരിയായിക്കോളും. ഒറ്റയടിക്ക് വസുന്ധരയെ മാറ്റിയെടുക്കാന്ന് വിചാരിച്ചാ അത് നടക്കില്ല. എല്ലാ അമ്മമാർക്കും ഉള്ള പ്രശ്നമല്ല വസുന്ധരയ്ക്കുള്ളത്. അങ്ങനെയാണെങ്കില് അമൃതയോടും ഐശ്വര്യോടും ഒക്കെ അത് കാണിക്കണ്ടേ? ഇതങ്ങനെയൊന്നുമല്ല. അഖിയോടുള്ള അതിര് കവിഞ്ഞ സ്നേഹം. ഇവൻ അമ്മയുടെ മാത്രം സ്വകാര്യ സ്വത്താണെന്ന ഒരു ധാരണ. അതൊക്കെയാ ശ്യാമയോടുള്ള ഈ എതിർപ്പിന് കാരണം. വസുന്ധരയ്ക്ക് കൊടുക്കാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ, സ്നേഹം. ആ മരുന്നുകൊണ്ട് മാറുന്ന പ്രശ്നങ്ങളെ തൽക്കാലം ഇവിടെയുള്ളൂ. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച്
വസുന്ധരയുടെ പ്രിയപ്പെട്ടവളാകണം നീ. ശരി മുത്തശ്ശി. ദേ, ഞാൻ വൈകാതെ തന്നെ പോകും. അതെന്താ? മക്കളെ, ദൈവം കൂട്ടിച്ചേർത്ത കുരുന്നു മക്കളാ നിങ്ങള്. പരസ്പരം പിണങ്ങരുത്. ചെറിയ പിണക്കം വന്നാലും അതൊരു 5 മിനിറ്റിനപ്പുറത്തേക്ക് നീളരുത്. ഇല്ല മുത്തശ്ശി. ശരി മുത്തശ്ശി. എന്റെ മക്കൾക്ക് കാവലും കരുതലുമായി കൃഷ്ണനുണ്ട്. ഹലോ. ഹലോ, അക്കാപ്പി റെസ്റ്റോറന്റ് അല്ലേ? അതെ. ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ആനന്ദ നിലയത്തിൽ നിന്ന് വിളിക്കുന്നത്. പറഞ്ഞോളൂ മാഡം. ഒരു 12 ഫ്രൈഡ് റൈസ്, ഓക്കെ, ഡ്രാഗൺ ചിക്കൻ, യെസ്, അതായത് ഒരു 10 പേർക്കുള്ള ഗാർലിക് ചിക്കനും ഒരു പനീർ ബട്ടർ മസാല എടുത്തോ. പിന്നെ ഒരു 5 നോർമൽ അൽഫാം കൂടി എടുത്തോ. ഇത്രയും മതിയോ? യെസ്, ഒരു 2 മണിക്കുള്ളിൽ എല്ലാം കൃത്യമായിട്ട് എത്തിക്കണം. അതെത്തിക്കാം മാഡം. അതുപോലെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. അടുത്തെത്തുമ്പോ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി. ഞാൻ റോഡിൽ വന്ന് കളക്ട് ചെയ്തോളാം. ശരി ശരി, ഓക്കെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഇന്ന് ഞാൻ കലക്കും. ഇരിക്കൂ. എന്താ മൂന്നാളും ഇങ്ങനെ അന്യരെ പോലെ നിൽക്കുന്നേ? ഇരിക്കൂ. ഇരിക്കേ. അന്യരെ പോലെ ഒന്നും നിന്നതല്ല വസുന്ധരെ, എല്ലാം ഒന്ന് നോക്കി കാണുമായിരുന്നു. എവിടെ മക്കളൊക്കെ? മക്കളും ആനന്ദേട്ടനും ഒന്നും ഇവിടെ ഇല്ല. എല്ലാരും ബിസിനസ്സുകാരല്ലേ, അവരവരുടെ ഓഫീസുകളിലാ. എന്നാ മരുമക്കൾ ഇവിടെ ഉണ്ട്, അവരെ ഞാൻ വിളിക്കാം. ഓ, അമൃത, ഐശ്വര്യ, ശ്യാമേ. അപ്പച്ചി, അപ്പച്ചി എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിക്കുന്നേ? അവളെ വിളിക്കണ്ടായിരുന്നല്ലേ? എന്താ? ഹേയ്, ഒന്നുമില്ല. അമ്മേ, ദേ, ഇതാണ് എന്റെ മൂത്ത മരുമകൾ അമൃത, എന്റെ ആദിത്യന്റെ ഭാര്യ. വാ ഐശ്വര്യ, ദാ വന്നിരിക്കുന്നു. ഇവളാണ് വളരെ പ്രശസ്തയായ എന്റെ രണ്ടാമത്തെ മരുമകൾ ഐശ്വര്യ. ഐശ്വര്യയെ കുറിച്ച് പറയുമ്പോ വസുന്ധരയ്ക്ക് 100 നാവാ. അത് ശരിയാ, ഇവരമ്മായിയമ്മയും മരുമകളെ ഇരട്ട പറ്റ കുട്ടികളെ പോലെയാ. മസാല ദോശ ഉഴുന്നോടേം പോലെ. അപ്പച്ചി, വേണ്ടായിരുന്നല്ലേ? എന്താ? ഏയ്, ഒന്നുമില്ല. അല്ല, മൂന്നാമത്തെ മരുമോൾ എവിടെ? അവളിവിടെ എവിടെയെങ്കിലും കാണും. ആ പുലിവാൽ കല്യാണം നിങ്ങളുടെ കുടുംബത്തെ ആകെ തുലച്ചു കളഞ്ഞല്ലേ? പിന്നെ തൊലച്ചു കളഞ്ഞെന്ന് ഒറ്റവാക്കി പറഞ്ഞാ പോരാ, വലച്ചു കളഞ്ഞില്ലേ? വസുന്ധരതേ അടുത്ത ദിവസം ഒന്ന് തല പൊക്കിയത് തന്നെ. കിടപ്പിലായിരുന്നു. എന്നാലും വസുന്ധരെ, നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഇങ്ങനെ ഒരു അക്കിടി പറ്റിയല്ലോ. ഓഹ്, നല്ലൊരു പയ്യനായിരുന്നു അഖില്. അത് പിന്നെ പറയാനുണ്ടോ? അവന്റെ ജീവിതമേ ആകെ താറുമാറായി, നാശകോശായി പോയില്ലേ? അപ്പച്ചിയുടെ ഈ നാക്കിന് അല്പം റെസ്റ്റ് കൊടുത്തുകൂടെ? കൊടുത്തു. നമുക്ക് ഈ ടോപ്പിക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അല്ല, അമൃത എന്ത് ചെയ്യുന്നു? ഞാൻ രണ്ടുപേരും വലിയ ഡിഗ്രിക്കാരാ. അമൃത ആദിത്യനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യും. എങ്കിലും കൂടുതൽ സമയം കുടുംബഭരണ. ഉത്തമ കുടുംബിനിയാ അമൃത. നല്ലൊരു കുടുംബം അല്ലായിരുന്നോ ഇത്?
അന്തസ്സും അഭിമാനവും പേരും പ്രശസ്തിയും ഒക്കെ ഉള്ളൊരു കുടുംബം. ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് കയറിയതോടുകൂടി തീർന്നില്ലേ എല്ലാം? കമ്പിപ്പാരയ്ക്ക് ആരോ തലക്കിട്ട് ഇരുട്ടടി അടിച്ചതുപോലെയായിരുന്നു വസുന്ധരയ്ക്ക്. എന്റെ കുഞ്ഞു കുറെ നാളത്തേക്ക് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അല്ല, ഇത് വസുന്ധരയുടെ അപ്പച്ചിയാണോ? ബന്ധം കൊണ്ട് ആനന്ദേട്ടന്റെ അപ്പച്ചിയാ, പക്ഷേ എന്നോട് അടുപ്പം. അഖി വന്നെന്ന് തോന്നുന്നു. അഖി വന്നല്ലോ. അമ്മേ, ഫുഡ് റെഡിയായോ? അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാനാ ഇപ്പൊ ഈ തിരക്കുള്ള സമയത്തും ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, ഇവരൊക്കെ? മോനെ, നീ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. അമ്മയുടെ കൂട്ടുകാരികളാ. അത് കട്ടക്കയത്ത് തോട്ടത്തിൽ കൃഷ്ണകുമാരി. ഓ, ഹായ്. അത് മർക്കടപ്പള്ളി മന്ദാകിനി. ഹലോ. ഇത് പുഷ്പതടത്തിൽ ഹൈമവതി. ഓ, ഹലോ. കേക്കുമ്പോ ആനകളുടെ പേരായിട്ടൊക്കെ തോന്നും, പക്ഷെ നിന്റെ അമ്മയുടെ ഉറ്റ കൂട്ടുകാരികളാ. ഇവർക്ക് 3 പേർക്കും റിസപ്ഷനും ഫാക്ടറി ഉദ്ഘാടനത്തിനും ഒന്നും വരാൻ പറ്റിയില്ല. അതാ ഞാനിന്ന് ലഞ്ചിന് ക്ഷണിച്ചേ. പിന്നെ ഇന്ന് നിന്റെ ഐശ്വര്യടത്തി ഉണ്ടാക്കിയ ഫുഡാ. ആണോ? വെരി ഗുഡ്. എന്നിട്ട് ഷെഫ് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്ന എന്താ? ഒന്നും ഉണ്ടാക്കണ്ടേ? അതൊക്കെ എപ്പോഴും റെഡിയായി കഴിഞ്ഞു. ഇനി കഴിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്നുകൂടി ഒന്ന് കിച്ചണിൽ കയറണം. ഞങ്ങൾ അഖിലിന്റെ ഭാര്യയെ പരിചയപ്പെട്ടിരുന്നു. ഞാൻ ശ്യാമയെ അങ്ങോട്ട് വിളിക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ആ